പാകിസ്ഥാന്റെ ആക്രമണ ശ്രമത്തിന് മറുപടിയായിട്ടാണല്ലോ ഇന്ത്യ ഇപ്പോൾ തിരിച്ചടിക്കുകയും പ്രതിരോധ റഡാറുകളൊക്കെ ഇന്ത്യ തകർക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? പാകിസ്ഥാൻ ഒരു അതിശക്തമായ ഒരു പ്രത്യാക്രമണത്തിന് തന്നെ ഒരുങ്ങുകയും അതിനുള്ള നീക്കങ്ങളും നടത്തുകയും ചെയ്യുന്നു എന്ന് തന്നെയല്ലേ? ഇന്ത്യയെ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ആദ്യം അവരുടെ പ്രതിരോധ മന്ത്രി അത്തരമൊരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല എന്നായിരുന്നു ഖാജയുടെ ഒരു പ്രതികരണം വന്നത്. ഇന്ത്യ ഇനിയും പാകിസ്ഥാനെ ആക്രമിക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ടും ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ല എന്നായിരുന്നു പ്രതിരോധ മന്ത്രി ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ അതിന് പിന്നാലെയായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ഇന്ത്യയെ ആക്രമിക്കാനുള്ള, അല്ലെങ്കിൽ ഇന്ത്യക്ക് തിരിച്ചടി നൽകാനുള്ള എല്ലാ അവകാശങ്ങളും തങ്ങൾക്കുണ്ട് എന്നുള്ളൊരു ഭീഷണി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആക്രമണ ശ്രമം ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായത്. ആ സേനയ്ക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയതായിട്ട് കൂടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്നലെ ആ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനിടയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഒരു ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഇന്നലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വാർത്താ സമ്മേളനം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇത്തരം ഒരു ആക്രമണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധയിടങ്ങളിൽ ജമ്മു കാശ്മീരിന്റെയും അതോടൊപ്പം തന്നെ പഞ്ചാബിന്റെയും ചണ്ഡീഗഡിന്റെയും എല്ലാം വിവിധയിടങ്ങളിൽ ഇത്തരം ഒരു ആക്രമണ ശ്രമം പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. ഞാൻ തൗഫീഖിലേക്ക് വരാം. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ജോസഫ് ആന്റണി തത്സമയം ചേരുകയാണ്. ശ്രീ ജോസഫ് ആന്റണി, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം അത് ചെറുക്കുന്നതിനിടെയാണ് ഇപ്പോൾ വലിയ തിരിച്ചടി തന്നെ ഇന്ത്യ നൽകിയിരിക്കുന്നത്. ലാഹോറിലെ പ്രതിരോധ സംവിധാനം, റഡാർ സംവിധാനമൊക്കെ ഇന്ത്യ തകർത്തിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ച് എത്ര വലിയ വിജയമാണ്, അത് എത്ര ശക്തമായ ഒരു മറുപടിയാണ് പാകിസ്ഥാന് നൽകിയത്? അല്ല, ഇത് നമ്മൾ അറിയാമല്ലോ. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ തന്നെ നമ്മൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു വിജയം നേടിയിരുന്നു. കാരണം സാധാരണഗതിയിൽ 2016-ലും 2019-ലും നമ്മൾ ഭീകരന്മാരുടെ താവളവും അതുപോലെ തന്നെ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ പ്രദേശങ്ങളിലുമാണ് ആക്രമണം നടത്തിയതെങ്കിൽ ഇത്തവണ നമ്മൾ പഞ്ചാബ് പ്രവിശ്യയിലെ ലാഹോറിന്റെ അടുത്ത് ചുറ്റുവട്ടത്തുമുള്ള 4 ഇടങ്ങളിലാണ് നമ്മൾ ആക്രമണം നടത്തിയത്. ആ 4 ഇടങ്ങളിൽ ആക്രമണം നടത്തിയതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോ മസൂദ് അഷറിന്റെ സഹോദരൻ ഉൾപ്പെടെ മരിക്കുന്ന തരത്തിലുള്ള സംഭവവികാസം ഉണ്ടായത്. മസൂദ് അഷറിന്റെ സഹോദരൻ റൌഫിന്റെ മരണം വളരെ വലിയ ഒരു അച്ചീവ്മെന്റ് ആണ്. കാരണം അദ്ദേഹമാണ് ഈ സംഘടനയുടെ ഇപ്പോഴത്തെ നേതാവ്. അപ്പൊ എന്ന് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ കാന്തഹാർ വിമാനം റാഞ്ചല് ഉൾപ്പെടെയുള്ള പാർലമെന്റ് ആക്രമണം ഉൾപ്പെടെയുള്ള വലിയ ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇല്ലാതാക്കാൻ കഴിഞ്ഞത് ഒരു വലിയ നേട്ടമാണ്. അതോടൊപ്പം ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു നേട്ടം, അതായത് നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ അതിർത്തിയിൽ LOCയിൽ നിരന്തരമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏതാളും 15ഓളം നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാശ്മീരിലെ അതിർത്തിയിൽ താമസിക്കുന്ന പാവങ്ങളായിട്ടുള്ള ആളുകളെ കൊന്നിട്ട് എന്താണ് പാകിസ്ഥാൻ നേടാൻ പോകുന്നതെന്ന്. അപ്പൊ നമുക്ക് നമ്മുടെ ഏപ്രിൽ 22-ന് നിരപരാധികളായിട്ടുള്ള ആളുകളെ വധിച്ചതുപോലെ തന്നെ വാസ്തവത്തിൽ നിഷ്ഠൂരമായ പ്രവൃത്തിയാണ്. വളരെ പാവങ്ങളായിട്ടുള്ള, നമ്മൾ ഈ വാർത്താ ചാനലുകളിലൊക്കെ കാണുന്നുണ്ട്, പാവങ്ങളായിട്ടുള്ള ആളുകളുടെ വീടുകൾ തകർക്കപ്പെടുകയും 10-15 ആളുകൾ മരിക്കുകയും 19ഓളം ആളുകൾ പരിക്കേൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിലൂടെ ഈ പാകിസ്ഥാൻ എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോ അവരുടെ അതിർത്തികളിൽ, ലഹോർ ഉൾപ്പെടെയുള്ള അതിർത്തികളിൽ അവർ വലിയ റഡാർ സംവിധാനങ്ങൾ വെച്ചിരിക്കുന്നു. അത് ഈ ആക്രമണത്തിന്റെ ഭാഗമായി അവർ വെച്ചിരിക്കുന്ന ഈ സംവിധാനത്തെയാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നത്. തീർച്ചയായിട്ടും അത് പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്ന ഞങ്ങൾ ന്യൂക്ലിയർ ആയുധം വെച്ചിട്ട് ആക്രമണം നടത്തും, ഞങ്ങൾ തിരിച്ചടിക്കാൻ ഞങ്ങൾ ശക്തരാണ് എന്ന് പറയുന്നതിന്റെ പൊള്ളത്തരം വാസ്തവത്തിൽ കാണിക്കുന്നതാണ് ഇപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ. ശ്രീ ജോസഫ് ആന്റണി, ചൈനീസ് നിർമ്മിത പ്രതിരോധ സംവിധാനവും ആയുധങ്ങളും ഒക്കെയാണല്ലോ പാകിസ്ഥാൻ ഉപയോഗിച്ചു വരികയും പ്രയോഗിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് തകർക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ അത് മറ്റൊരു വലിയ വിജയമല്ലേ? അതോടൊപ്പം തന്നെ ഏത് രീതിയിലുള്ളൊരു ആക്രമണം ഉണ്ടായാലും നടപടി ഉണ്ടായാലും അത് ചെറുത്തു നിൽക്കുക, അതിനെ പ്രതിരോധിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ കഴിയുന്നതാണ് എന്നുകൂടിയാണ് വ്യക്തമാകുന്നത്.